So hello guys, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്തിനു വേണ്ടി ജീവിക്കുന്നു അതിനെപ്പറ്റി തന്നെയാണ്. ജോലിയും കൂലിയും ഇല്ലാതെ ഒരു നേരത്തെ ആഹാരം തിന്നാൻ നേരമുള്ള സുഖം അത് വേറെതാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതിൽ ഒരു സുഖവും ഇല്ല. ഇവന്മാര് ചായക്കകത്ത് മാഗി മുക്കി കഴിക്കും. ഇവന്മാര് അപ്പി വറുത്ത് തിന്നും. ഇൻട്രൊഡക്ഷൻ ഇത്ര മതിയായി എന്ന് വിചാരിക്കുന്നു. ഇൻട്രൊഡക്ഷനേക്കാൾ ഭീകരമാണ് മുന്നോട്ടുള്ള വീഡിയോ. ചായ നീഡ് ടു ജസ്റ്റിസ്. മാഗി ചായ. ഈ പാവം ചായക്ക് വേണ്ടി ഞാൻ വാദിക്കും. ആര് തിന്നില്ലെങ്കിലും ഞാൻ വാദിക്കും. ചായയുടെ തേയിലയുടെ ഒക്കെ രുചിയും കൂട്ടത്തിൽ മാഗിയുടെ ഒരുമാതിരി കവർപ്പും എല്ലാം കൂടെ ഈ ആ ചായ വരെ ഓക്കെ. എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്ന വിവരക്കേട്? കളയാനാണ് പിന്നെ എന്തിനാണ് ആ പാവം പശുവിന്റെ പാല് പിഴിഞ്ഞെടുത്ത് ഈ അപരാധം കാണിച്ചത്? അയ്യോ ഇതെന്താണത്? മുളക് വിൽക്കുന്ന മുളകിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് വിൽക്കുന്ന. എന്റെ മനസ്സിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇത് വിൽക്കുന്നതൊക്കെ ഇത് മേടിക്കുന്നതൊക്കെ തിന്നുന്നതൊക്കെ, പക്ഷെ രണ്ടാമത്തെ ദിവസം കക്കൂസിലൊരു യുദ്ധം നടക്കും. ഓത്തിന്ന് തീ മാറും. ഇത് നിന്നിട്ട് രണ്ടാമത്തെ ദിവസം വീണ്ടും ഫ്രണ്ട് തിരിച്ചിരുത്തി തിരി കൊളുത്താം. പോപ്പുലേഷൻ കുറയ്ക്കാനായിട്ടുള്ള ട്രിക്കാന്ന് തോന്നുന്നു പുതിയത്. സത്യം പറയണ, നീ ഗവൺമെന്റിന്റെ ആളല്ലേ? ആ പോന്ന പുള്ളിക്കാരൻ ഇത് നിന്നിട്ട് പിപ്പിരിയായിട്ട് നടന്നു പോവാ. എന്റെ വാടാ കൊച്ചനെ ഇത് തീയുണ്ടായോ? ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞാടാ, ഇവ എന്തുവാടാ വിൽക്കുന്നേ? ഇവൻ എന്ത് മുളകാണോ വിൽക്കുന്നേ? ആ ബിസിനസ് ഐഡിയ കൊള്ളാമല്ലോ. മുളകിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് വിൽക്കുന്നത്. ഇതിന്റെ അടുത്തൂടെ നടന്നു പോയാൽ തന്നെ കണ്ണു നീറുമല്ലോ. ഇവന് ഒരു സാമൂഹ്യ വിരുദ്ധനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ നീയൊക്കെ ഞാൻ പിന്നല്ല എന്തോ പറയുന്നത്, തിന്ന് നല്ല ഡൈനോസോറും കൊണ്ടിയാവും. ഇത്രേ പറയാനുള്ളൂ. വേൾഡ് വിയേർഡസ്റ്റ് ഇഡ്ഡലി. ഇഡലിക്കകത്ത് നമുക്ക് പലതും ചെയ്യാം. ഇഡലിക്കകത്ത് നമുക്ക് കപ്പ് കേക്കിന്റെ മണ്ടയ്ക്ക് ചെയ്യുന്ന പോലെ അത് ചെയ്യാം. രണ്ട് ബണ്ണീരുടെ ഇഡലി കയറ്റി വെക്കാം. KFCയുടെ പോലത്തെ തോട് ഇഡലിയിൽ ഉണ്ടാക്കിയിട്ട് വറക്കാം. ഇതൊക്കെ ചെയ്യാം, പക്ഷെ തിന്നാൻ പറ്റത്തില്ല. കുറച്ച് വലിയ ഇഡലിയാണല്ലോ. ഇഡലിക്കകത്ത് ഫുഡ് കളറിങ്. വീട്ടിലെ കാറിന്റെ അടിവശം തുടയ്ക്കുന്ന തുണിക്ക് ഇത് വൃത്തിയുണ്ട്. മാഗിയോ? ഇവന്മാരി മാഗി വിട്ടിട്ട് ഒരു കളിയും ഇല്ല. കൊണ്ണ തേണ്ട ചോക്ലേറ്റ്, ഇഡലിയും ചോക്ലേറ്റും. ന്യൂട്രല്ല അതിന്റെ മണ്ടയ്ക്ക് എന്തോ സോയാബീനോ? ആരും അപ്പൊ ഒരുപാടൊന്നും കഴിച്ച് കഷ്ടപ്പെടണ്ട. ഇതേലെ ഒരു ഇഡലി നിന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അർണോൾഡ് ആവും. സമ്മതിച്ചെണ്ണ നിങ്ങളെ ഫ്രണ്ടിൽ കൂടെ എന്തോ നടന്നു പോയാലോ അതിനെ എടുത്ത് ഇഡലിക്കകത്തോട്ട് ഇടും. എന്തായി ചെയ്യുന്നു? ശരി വലുതാ സത്യം പറഞ്ഞു. അതിന്റെ മണ്ടയ്ക്ക് ചോക്ലേറ്റ്. ദൈവമേ, ഭയങ്കരമായിരിക്കും, ഭയങ്കര രുചിയായിരിക്കും. എന്തിനാടാ ഈ കണ്ണു പൊട്ടുന്ന കള്ളം പറയുന്നത്? എന്നെ ആറ്റിറ്റ്യൂഡിൽ ഇത്രയും മുളഞ്ഞ ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്, എന്നെ ആറ്റിറ്റ്യൂഡിൽ ഇത്ര മുളഞ്ഞ ഫുഡ് തിന്നത്. ഇവരൊക്കെ ഭ്രാന്താടാ. തിന്നുന്നവനും ഭ്രാന്ത, കൊടുക്കുന്നവനും ഭ്രാന്ത, നമ്മൾ കാണുന്നവനും ഭ്രാന്ത. ഗ്രേപ്സ് ബജിയ. കൊണ്ണ ഗ്രേപ്സ് വെച്ച് ബജിയ ഉണ്ടാക്കുന്നു. എന്നാലോചിക്ക്, മണ്ടക്കത്തെ എണ്ണയും മുന്തിരിങ്ങയുടെ മധുരവും കടിക്കാൻ നേരത്തെ അത് ഇതുവഴി ചീറ്റുന്നേയും. അയ്യോ എന്തൊക്കെ പറഞ്ഞാലും നീറ്റ് മനുഷ്യനാ. കാരണം എങ്ങാനും മുന്തിരിങ്ങ കടലമാവിനകത്ത് വഴുതി വീണ് മുങ്ങി മരിച്ചാലും കയറൊക്കെ കെട്ടിയാ ഇറക്കിയേക്കുന്നത്. ഇതൊന്നും കാണാൻ വയ്യ, അങ്ങ് വലഞ്ഞാ മതിയായിരുന്നു. പൊന്നടാവേ, എങ്ങനെ അല്ല എനിക്കൊന്നും പറയാനില്ല. तो उसके हम भजिए बनाएंगे क्योंकि वाइन पीने से अगर बढ़ेगी वही हम लोग गुजरात के. അതിനകത്ത് ഓരോ മുന്തിരിങ്ങയുടെ അല്ലിയുണ്ടല്ലോ, നിന്റെ ഓരോ തലമുറ പ്രാകും. കൊള്ളാം. പീഡനത്തിനിരയായ മുന്തിരിങ്ങ. ഈ വീഡിയോ വേഗം ലൈക്ക് ചെയ്തോ, വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്കണിൽ ഞെക്കിക്കോ, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങൾ ഇത് തിന്നേണ്ടി വരും. ഇനി അപ്പൂപ്പന്റെ നരകൊണകൾ അപ്പൂപ്പ എറിഞ്ഞ് കളഞ്ഞു. അപ്പുറത്ത് കില്ല് കാണിച്ചതാ. ഇപ്പൊഴൊക്കെ പുള്ളാട്ട് വിചാരം ക്ലാസിക് ഐറ്റംസ് ഒന്നും അപ്പൂപ്പൻ അറിയത്തില്ലെന്നാ മോനെ. അപ്പൂപ്പ മൂഞ്ചി. പിന്നെ എടുത്ത് എറിയുന്നടാ അപ്പൂപ്പ. ദാണ്ട പോയി, അടുത്തതും പോയി. 2 പ്രാവശ്യം അപ്പൂപ്പൻ പാല് കളഞ്ഞു. അയ്യോ നഷ്ടം. കൂടെ നരച്ചു തുടങ്ങിയാലും വാശി നരച്ചിട്ടില്ല. അപ്പൂപ്പൻ ഇനിയും എറിയും. കേട്ടാലോ? ആണ്ടാ അടുത്ത് എറിഞ്ഞ് കളയുക. ഓ കിട്ടി. അപ്പൂപ്പന്റെ 2 പാല് പോയപ്പോ എല്ലാരും കൂടെ കളിയാക്കിയല്ലോ എന്റെ അമ്മൂമ്മ. ആ മതിലിന്റെ പുറയിലത്തെ വീട്ടുകാർ വിചാരിച്ചാണ് ദൈവം തന്നെയാ പാല്, ഞങ്ങൾക്ക് വേണ്ടി ദൈവം താണ്ട പാല് തരുന്നു. അയ്യോ പാല്. ഇതെന്തുവാണ് എഴുതേക്കുന്ന? ISI മുത്ത്. എന്ത് ഏതാ ഭാഷ? നമ്പർ മാത്രം അറിയാം. നമുക്ക് ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കിയാലോ. മനസ്സിലായില്ലേ? ഈ കിഴപ്പ് ആദ്യമായിട്ട് കാണിക്കുന്നത് ഞാനല്ല, കുറെ കിഴപ്പന്മാര് കാണിച്ചു കഴിഞ്ഞു. ഒരു ശല്യം കാരണം കളഞ്ഞാടാ. ഇത് തക്കാളി അല്ലേ?
આ ટમેટાને തക്കാളിക്കകത്ത് എന്ത് കൊടുക്കാൻ പോയി നീ? ને પછી તેનું ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യരുത്. અલગ અલગ ചെയ്യരുത്. મસાલા No. પછી ઉપરથી ગુલાબનું ગળ્યું ગળ્યું સિરપ નાખીને No. વેરાયટી બનાવે. ഏത് ശാപം കിട്ടിയ തക്കാളിയാ ഇവന്റെ കൈ വന്ന് വീണേ? આઈસ્ક્રીમ ને પણ આટી મારી જાય ને. അതെന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. മധുരമുള്ള ടോപ്പിംഗ്സ് ആണോ ചെയ്ത് അത് എരിയുള്ളതാണോ? മസാല പോലത്തെ ആണെങ്കിൽ പിന്നെ ഓക്കെയാ. പക്ഷെ മധുരമുള്ളതാണെങ്കിൽ എന്തുവാ? സന്യാസി സന്യാസിയും ഗുലാബ് ജാമുനും എന്തിനാടാ? ഓ, ഈ ഗുലാബ് ജാമുൻ തിന്നു കഴിഞ്ഞാൽ കണ്ണിൽ പല കളർ കത്തുമെന്നാണ് പറയപ്പെടുന്നത്. എനിക്കിത് കണ്ടിട്ട് മറ്റേ ഒരുമാതിരി ഇല്ല തട്ടിക്കൊണ്ടുപോകാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് പോലുണ്ട്. ഇത് കൊടുത്ത് മയക്കി കൊണ്ടുപോകാനായിട്ടൊക്കെ. മനുഷ്യരെ ദൈവം ഭൂമിയിലോട്ട് വിട്ടു, മരങ്ങൾ തന്നു, മൃഗങ്ങളെ തന്നു, വെട്ടിക്കടിച്ച് തിന്നാന്, പറിച്ച് തിന്നാന്. മനുഷ്യൻ ചെയ്യുന്നതോ എന്തോ എന്തുവാണ് ഈ ഉണ്ടാക്കുന്നത്? എടാ അപ്പി പുഴുങ്ങിയതോ? അതാ പകുതിക്ക് വെച്ച് അറ്റു വയ്ക്കുന്ന രീതിയൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ കറക്റ്റ് അപ്പി തന്നെ. അറ്റ്ലീസ്റ്റ് അതൊന്ന് വട്ടത്തിലാക്കി അതങ്ങ് കണക്ട് ചെയ്യരുതായിരുന്നു. അതുപോലും ചെയ്തില്ല. അത് പറഞ്ഞപ്പോഴേ ഈ വട നമ്മൾ നടുക്കൂടെ മുറിച്ചിങ്ങനെ നേരെയാക്കി ഇതുപോലെ ഇരിക്കുമല്ലേ? വടയും തിന്നാൻ പറ്റത്തില്ല. ഒരു സ്ട്രീറ്റ് ഫുഡ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വെളി വിട്ടോട്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളിപ്പോൾ കഴിച്ചോണ്ടിരിക്കുമായിരിക്കും, തലയിലും കൈ വെച്ചോണ്ട് ഇത് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമായിരിക്കും. ആ സമയമായിരിക്കും ഇത് കാണുന്നത്. എന്നെ പ്രാവരുത്. അന്നത്തെ അന്നത്തിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. എടാ ഇത് ശരിക്കും ഒരു വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കരുതായിരുന്നു. നല്ല അറ്റ്ലീസ്റ്റ് ഫുഡ് കളറെങ്കിലും ചേർക്കരുതായിരുന്നു. ഡപ്പയ്ക്കകത്ത് ഹാർട്ട് അറ്റാക്ക് നിറച്ച് വെച്ചേക്കുന്നത് അതിനകത്ത് കിടപ്പുണ്ടോ അതുപോലത്തെ കുറെ പീസുകൾ. ഇങ്ങനെ എല്ലാം കൂടെ അപ്പി കേസാക്കാതെ എന്തെങ്കിലും ഒരു സാധനം നല്ലതാക്ക്. ഇത് എണ്ണയാണോ? ഇത് ടാറാ? ഓ, ഇവരിത് തലമുറയായിട്ട് കൈമാറി വരുന്ന എണ്ണയാണ്. ഇവന്റെ മുതുമുത്തച്ഛനും ഇതിനകത്തായിരുന്നു വറുത്തോണ്ടിരുന്നത്. അത് അവനും ഇതിനകത്താ വറക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് വല്ലവന്റെ കണ്ണും കാലും ഒക്കെ മുറിച്ചിട്ടേക്കുന്ന പോലെ ഉണ്ട്. എന്തൊക്കെയാടാ ഇതൊക്കെ? എണ്ണ കോരി അപ്പുറത്തോട്ട് ഇട്ടോണ്ടിരിക്കുക കൊച്ചുമോന് കൈമാറാനായിട്ട് അടുത്ത തലമുറയ്ക്ക്. ഇൻ ഇന്തോനേഷ്യ പീപ്പിൾ കുക്ക് ആൻഡ് ഫ്രൈ പക്കോറാസ് മെയ്ഡ് ഫ്രം ഫുഡ്. ഏന്ന് പറ പ്ലീസ്. ഇത് അല്ലേ? ആണ് എന്നും പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കൊന്നും വേണ്ട. ഇതും മറ്റേതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. മറ്റേതും ടാറ, ഇതും ടാറ. അടുത്ത ഇതൊക്കെ ചെരുപ്പും കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇതെന്തോ ദുനിയാ കാ സബ്സേ ബടാ വടാപാവ്. ഇത്തനാ ബടാ വടാപാവ് ഹൈ യേ ഭായ്. ഇത് ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുവാണോ? ഈ സാധനം ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുവാണോ? സ്കിപ്പ് ചെയ്യ്. എനിക്ക് ഇതിന്റെ ലാസ്റ്റ് കാണണം. ഇത് എങ്ങനെ ഇതെന്തായാലും അവിടെ നിന്ന് തിന്നാൻ പറ്റത്തില്ല. ഇത് വീട്ടിൽ കൊണ്ടുവരേണ്ടി വരും. ഇത് വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ വിളിക്കണമല്ലോടാ ഒരു പിക്കപ്പ്. അല്ലെ 4 പേര് തലയിൽ വെച്ചോണ്ട് വരണം. ഓഹോയ്. ഇത് ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ 1 മാസത്തേക്ക് ഹൈബർനേഷൻ. ഇത് മറ്റേ നമ്മുടെ ഫെവിക്കോൾ അല്ലേ? യോ, ഇതെന്തുവാണ് ഉണ്ടാക്കുന്നത്? റെഡ് ഓക്സൈഡോ? അത് പെയിന്റാ? മനസ്സിലായി. നമ്മള് ഭയങ്കര ആസ്വദിച്ച് ഉറിഞ്ചി കുടിക്കുന്ന കുൽഫി നല്ല കൂടെ തിന്നതേ ഉള്ളു ഞാൻ. ആഹാ, പഴം ചതച്ചത്. അതിനകത്ത് എന്തുവാണ് ഇട്ടേക്കുന്നത്? എന്ത് വരുന്നത്? കുരുടാനോ എലിവശവോ? ഉണ്ടാക്കിയിട്ടേ ഒറ്റയ്ക്കേ മുണുങ്ങാവുള്ളൂ, വേറെ ആർക്കും കൊടുക്കരുത്. ഈ വീടിന്റെ മുമ്പത്തെ ഓണേഴ്സ് കുറച്ച് കാട്ടുപന്നികളായിരുന്നു. അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇങ്ങനല്ലേ മനുഷ്യൻ ചെയ്യുവോ? അയ്യോ ദൈവമേ, കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇത്. കേക്ക് ഉണ്ടാക്കുന്നത് ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്താൽ നിങ്ങളിൽ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ആ ബെല്ലൈക്കൺ ഞെക്കുക, നോട്ടിഫിക്കേഷൻ വരാൻ. ഈ വീഡിയോ കണ്ടോ? ടാറ്റ.